നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. V9 ന്യൂസ് ഇമ്പാക്ട്. ഉത്രാളിപൂരം അഖിലേന്ത്യാ പ്രദർശനം നടന്ന ഒട്ടുപാറ വാഴാനി റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ക്ലീനാക്കി നഗരസഭ. V9 ന്യൂസ് വാർത്ത പുറത്തു വന്ന ഉടനെയാണ് നഗരസഭ ഉറക്കമുണർന്നത്. ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം. ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷിന്റെയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കെ അജിത് കുമാറിന്റെയും സജീവ ഇടപെടലും മാലിന്യ നീക്കത്തിന്റെ കരുത്ത. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹാരമില്ലാതെ തുടരുന്നതിനിടയിൽ വെടിക്കെട്ട് ഒരുക്കങ്ങളുമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ കരിമരുന്ന പൂജ നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വെടിക്കെട്ട് മികച്ച രീതിയിൽ നടത്താൻ ഊർജിത ശ്രമവുമായി ദേവസ്വങ്ങളുടെ ഇടപെടൽ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് 1 കോടി രൂപ ചിലവഴിച്ച് ചെപ്പാറ ടൂറിസം കേന്ദ്രത്തിനോട് തൊട്ട് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് യൂത്ത് കോൺഗ്രസ് തെങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം സ്തംഭിച്ചു കിടക്കുന്ന കെട്ടിടത്തിൽ റീത്ത് സമർപ്പിച്ചു. വനഭൂമിയിൽ അനധികൃത നിർമ്മാണം നടത്തി നികുതി പണം ദൂർത്തടിച്ചവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം 1 കോടി രൂപ ഇവരിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്ന മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ. ക്ഷീര കാർഷിക മേഖല കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ ഉണർത്തുപാട്ടുമായി തെങ്കര പഞ്ചായത്തിലെ കല്ലമ്പാറ ക്ഷീര വ്യവസായ സഹകരണ സംഘം പശുക്കൾക്ക് ഏറ്റവും മികച്ച തീറ്റ ഉറപ്പാക്കാൻ തീറ്റപ്പുൽ കൃഷിക്ക് തുടക്കം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെങ്കര പഞ്ചായത്ത് സംയുക്തമായി നടപ്പിലാക്കുന്നത് 5 ലക്ഷം രൂപയുടെ പദ്ധതി. 140 കർഷകരെ 5 ക്ലസ്റ്ററുകളായി തിരിച്ച് കൃഷി. പുൽച്ചെടി എത്തിക്കുന്നത് ഡയറി ഫാം മുഖേന. മികച്ച കർഷകരിൽ നിന്ന് ക്ഷീരസംഘം ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കും. കർഷകർക്ക് കരുതലും കൈത്താങ്ങും ലക്ഷ്യം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ സമ്മർ ബമ്പർ 10 കോടി രൂപ SG 513715 നമ്പർ ടിക്കറ്റിന് പാലക്കാട് മേട്ടുപ്പാളയം സ്ട്രീറ്റിലെ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിന് മഹാഭാഗ്യം. വിറ്റത് S സുരേഷ് എന്ന ഏജന്റ്. രണ്ടാം സമ്മാനവും പാലക്കാടിന് തന്നെ. N ആറുച്ചാമി വിറ്റ SB 265947 നമ്പർ ടിക്കറ്റിന് 50 ലക്ഷം. ടിക്കറ്റ് വിറ്റത് 6 സീരീസുകളിലായി 35 ലക്ഷത്തിലധികം ടിക്കറ്റുകളിൽ. വിൽപ്പനയിൽ തൃശൂർ ജില്ലയ്ക്ക് 3ാം സ്ഥാനം. കൊടുങ്കുറ്റവാളിയും സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ 100ഓളം കേസുകളിലെ പ്രതിയുമായ 25-കാരൻ വടിവാൾ വിനീത് എന്ന വിനീത് വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആഴ്ച 2 ആകുന്നു. പോലീസിന് വല്ലാത്ത നാണക്കേട് സമ്മാനിച്ച പ്രതി കാണാമറയത്ത് തന്നെ. ഉറക്കമിളച്ചിരുന്നിട്ടും ബൈക്കുമായി കടന്ന വിനീത് പോലീസിന് സമ്മാനിച്ചത് വല്ലാത്ത തലവേദന. അന്വേഷണം ഊർജിതമെന്ന് പോലീസ്. കേരളത്തെ ലഹരിയുടെ തടവറയിലാക്കിയത് ഇടതു വലത് മുന്നണികളെന്ന BJP. ലഹരി മാഫിയയെ തുരത്താൻ ചെറുവിരൽ അനക്കിയില്ലെന്നും കുറ്റപ്പെടുത്തൽ. വടക്കാഞ്ചേരിയിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി പൊതുസമ്മേളനം നടന്നു. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ച തൃശൂർ അടക്കം 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 11.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് റിപ്പോർട്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം. കഴകം ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറി. വിവാദങ്ങൾ ശക്തമായതോടെ അവധിയിൽ പ്രവേശിപ്പിച്ച ബാലുവിന് ജോലിയിൽ പ്രവേശിക്കേണ്ട സമയം ബുധനാഴ്ചയായിരുന്നു. ജോലിയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് വെളിപ്പെടുത്തൽ. കുന്നംകുളത്തും മാന്നാമംഗലത്തും വൻ അഗ്നിബാധ. കുന്നംകുളത്ത് തൃശൂർ റോഡിലെ AB മാളിലായിരുന്നു തീപിടുത്തം. ഇന്റിമേറ്റ് മാട്രിമോണി ഓഫീസ് കത്തിയമർന്നു. മാന്നാമംഗലത്ത് സ്വകാര്യ ടയർ കമ്പനിയിലായിരുന്നു അഗ്നിബാധ. ടയർ കമ്പനിയിൽ തീപടർന്നത് ഹൈഡ്രോളിക് യന്ത്രത്തിന്. കമ്പനിയിലെ അഗ്നിബാധ 3 മാസത്തിനിടെ 2ാം തവണ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത് ആലപ്പുഴ ചെട്ടിക്കുളങ്ങര സ്വദേശി കാട്ടിൽ കിഴക്കേതിൽ വീട്ടിൽ 30-കാരൻ രാഹുലിന്റെ മൃതദേഹമാണ് പാളത്തിൽ നിന്ന് കണ്ടെത്തിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്ന് സംശയം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിൽ നിന്നും വീണത്.